നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ഒഡീഷ സ്വദേശിനിയായ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഇരുവരും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ട്രൺവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. പൊളിച്ചുമാറ്റിയത് സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ. വാർത്തകൾ വിശദമായി. അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തിയത്. ആദ്യ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനമില്ല. പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റം എന്നിങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും. കാലവർഷം ശക്തമായതോടെ സ്കൂൾ തുറക്കൽ നീളുമോ എന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും മഴ ശമിച്ചതോടെ ആശങ്കയൊഴിഞ്ഞ് സ്കൂളുകൾ ഇന്ന് തുറന്നു. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവുമടക്കം സമഗ്രമാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണ. 1ാം ക്ലാസ്സിലേക്ക് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെത്തി. ആദ്യ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനം ഇല്ല. പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റം എന്നിങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും. 2, 4, 6, 8, 10 ക്ലാസുകളിൽ ഈ വർഷം പുതിയ പാഠപുസ്തകങ്ങളാണ്. സ്കൂളുകളിൽ ലഹരി വ്യാപനം തടയാൻ പോലീസ്, എക്സൈസ് വകുപ്പുകൾ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ഒഡീഷ സ്വദേശിനിയായ രചന റാണയാണ് ട്രെയിനിൽ പ്രസവിച്ചത്. അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ഇരുവരും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒഡീഷയിൽ നിന്നുള്ള ടാറ്റാനഗർ ട്രെയിനിൽ ഭർത്താവിനും കുടുംബത്തോടുമൊപ്പം ആലുവയിലേക്ക് വരികയായിരുന്നു 19-കാരിയായ രചന റാണ. ട്രെയിൻ തൃശൂർ നെല്ലാടെത്തിയതോടെ രചനയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും കുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു. ട്രെയിൻ ആലുവയിൽ എത്തിയപ്പോൾ അധികൃതർ എത്തി അമ്മയെയും കുഞ്ഞിനെയും ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ഇരുവരും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും പ്രാഥമിക പരിചരണം നൽകിയ ശേഷമാണ് ഡോക്ടേഴ്സിനെ വിവരമറിയിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ട്രംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെൽട്ടർ പൊളിച്ചു മാറ്റിയത്. മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ ബസ്സുകൾ നിർത്തും. ദേശീയപാത ട്രാംവേ റോഡിൽ അടിപ്പാത വന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ വർദ്ധിക്കുകയും ആനമല ജംഗ്ഷനിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും പതിവായിരുന്നു. ട്രാംവേ റോഡ് ആനമല ജംഗ്ഷനിൽ എത്തുന്ന ഭാഗത്ത് റോഡിന്റെ പകുതിയോളം വീതിയിൽ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ കയറ്റുന്നതിനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്. നേരത്തെ ഇതിന് തൊട്ട് തെക്ക് ഭാഗത്ത് മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു ഈ സ്റ്റോപ്പ്. ഈ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ബസ് ഷെൽട്ടർ വലിയ തടസ്സം ഉണ്ടാക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഷെൽട്ടർ പൊളിച്ചുമാറ്റാൻ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഷെൽട്ടർ പൊളിച്ചു മാറ്റിയത്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ്സുകൾ മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ നിർത്തും. മീഡിയ ടൈം, ചാലക്കുടി. കരുണയും ദയയും നിറഞ്ഞ പ്രവൃത്തിയുടെ അടിസ്ഥാനം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിയിച്ചെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നേര് സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനവും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്നാണ് ഒരു കാലത്ത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത്ഭുതകരമായ വിധത്തിൽ പാനപാത്രങ്ങൾ വലുതായിക്കൊണ്ടേയിരുന്നു. പാനപാത്രം നിറഞ്ഞതേയില്ല, പാനപാത്രം വലുതായിക്കൊണ്ടേയിരുന്നു, ഒരിക്കലും നിറഞ്ഞില്ല. നിങ്ങൾ നോക്കുന്നു, ഇന്ന് ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ 80% സമ്പത്ത് മേൽത്തട്ടുകാരായ 10%-ന്റെ കയ്യിലാണ്. ബാക്കി 90% മനുഷ്യരുടെ കയ്യിൽ ആകെയുള്ളത് മൊത്തം സമ്പത്തിന്റെ 20%. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല.
ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് ഇന്ന് ഇന്ത്യയിലുള്ള സാമ്പത്തിക അസമത്വം. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 75 വർഷങ്ങൾക്ക് ശേഷം 990 ആഗോളീകരണം തുടങ്ങുന്ന സമയത്ത് 3-4 ശതകോടീശ്വരന്മാരുള്ള രാജ്യത്ത് നിന്ന് 160-ലധികം ശതകോടീശ്വരന്മാരുള്ള രാജ്യമായിട്ട് ഇത് മാറുന്ന സമയത്ത് സാമ്പത്തിക അസമത്വം കുറയുകയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. പാനപാത്രം വലുതായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാല് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഉത്തരം പലതരം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ബ്രാൻഡുള്ള കണ്ണട, ബ്രാൻഡുള്ള ചെരുപ്പ്, ബ്രാൻഡുള്ള വാച്ച്, ബ്രാൻഡുള്ള പേന, ഇതെല്ലാം ചോദ്യം കിടക്കുന്ന ഒരാളുടെ പേരാണ് ഈ ഞാൻ. അല്ലാതെ ഞാൻ എഴുതുന്ന പേനയല്ല, ഞാൻ ധരിക്കുന്ന കണ്ണടയല്ല, കണ്ണട ധരിക്കുന്ന ഞാൻ. CC ബിപിൻ ചന്ദ്രൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, MM സജീന്ദ്രൻ, MN വിനയകുമാർ, ഡോക്ടർ PS സെയ്ദ് മുഹമ്മദ്, TK രമേശ് ബാബു, TA ഇക്ബാൽ, UK സുരേഷ് കുമാർ, സുധീഷ് അമ്മവീട്, സുധീർ ഗോപിനാഥ്, M രാഗിണി, സോമൻ താമരക്കുളം എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി വരദനാട് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം വാർഷികം ആഘോഷിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 14 വർഷമായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ 4 വർഷമായി ഞാനും കൂടി വന്ന് കണ്ട് മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ വരദനാട് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘത്തിന് ഊഷ്മളമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, കൂടുതൽ മികവ് തെളിയിച്ചവരെ, കഴിവ് തെളിയിച്ചവരെ, കൂടുതൽ നമ്മുടെ നാടിൻ്റെ കടമകൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തനത്തിന് ആവേശം നൽകുന്ന, ഊർജ്ജം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്ത ഒരു വലിയ മാതൃക സംഘടനയായിട്ടാണ് ഞാൻ ഈ സംഘടനയെ കാണുന്നത്. സംഘം പ്രസിഡന്റ് AR ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K ആശ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ K മനുമോഹൻ ദന്ത സംരക്ഷണത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ ലൈല കുമാരി, SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി, ജോബി, സംഘം സെക്രട്ടറി PR സെബാസ്റ്റ്യൻ, PA സുരേഷ് എന്നിവർ സംസാരിച്ചു. അഭിനന്ദനങ്ങൾ. ജ്യോതിർനാഥ് അനന്തകൃഷ്ണൻ SSLC പരീക്ഷ. ഷോട്ടോക്കാൻ കരാട്ടെ ആൻഡ് യോഗ സെന്റർ ബ്ലാക്ക് ബെൽറ്റ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ജൂനിയേഴ്സ് ടെസ്റ്റും സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ മാണിയംകാവിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന വസ്ത്രം ധരിച്ചവർ എന്ന് മനസ്സിലാക്കുന്നു. യോധ സിനിമ അല്ലേ? അതില് യോധ സിനിമ ഉള്ളുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടല്ലേ? യോധ സിനിമയില് കുറെ കാര്യങ്ങൾ കരാട്ടയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നു. ഇതിന്റെ വിദഗ്ധ കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യസാറ് ഇവിടെ വിശദീകരിക്കും. കരാട്ടയെ കുറിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ UP സ്കൂളിൽ ഒരു പരിശീലന പരിപാടി അവതരിപ്പിച്ചിരുന്നു. ആ കുട്ടികൾ അവരുടെ ആനിവേഴ്സറിയിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പരിശീലനമാണ്. എൻ്റെ ഗ്രാമം ആരോഗ്യ ഗ്രാമം എന്നൊരു പദ്ധതിയിലൂടെയാണ് നമ്മുടെ കൊച്ചുകൾ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് അനുമോദനത്തിന് വേണ്ടി ചീഫ് ഇൻസ്ട്രക്ടർ KV രവി ആദരവ് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത അനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MM ഷമേജ്, VA നദീർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ഒഡീഷ സ്വദേശിനിയായ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഇരുവരും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ.
ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ട്രൺവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. പൊളിച്ചുമാറ്റിയത് സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.